അവൻ പഠിക്കുന്നത് കോഴിക്കോടാണ്, ലക്ഷ്യയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച മുതൽ അവൻ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്ത് വരുന്നത്. ഈ സമയങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ഒന്നിച്ച് പഠിക്കുന്ന ആളുകൾ അല്ലാതെയും ഒക്കെ ആവാം എന്നതിനപ്പുറം മറ്റൊരു വിഷയം നമ്മൾ അറിയില്ല. ഇതൊന്നും ഒരു ന്യായീകരണമല്ല എന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടം ഇങ്ങനെയാണ്. ഒരിക്കൽ ഞാൻ ഇവന് ഒരു കാലിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി, ചെറുതായിട്ടൊന്ന് കാല് പൊട്ടി ഇവിടെ കിടക്കുക വീട്ടിൽ. ഞാൻ വന്ന് നോക്കുമ്പോൾ അവനെ കാണാൻ വേണ്ടി ഒരു കുട്ടി വന്നിട്ടുണ്ട്. കുട്ടീൻ്റെ അച്ഛൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. മേലാറ്റൂർ സ്വദേശികളാണ്. കുട്ടി സിനിമാ നടിയാണ്, അറിയപ്പെടുന്ന സിനിമാ നടിയാണ് തമിഴിലൊക്കെ. എനിക്കറിയില്ല. അച്ഛനും കൂടെ വന്നിട്ടുണ്ട്. വന്ന് പരിചയപ്പെട്ട് നോക്കുമ്പോൾ ഇവർ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്നവരായിരുന്നു, മേലാറ്റൂർ RMHS. ആ കുട്ടി സ്വാഭാവികമായിട്ടും ഫെയിം ആണെങ്കിൽ പോലും ഒന്നിച്ച് പഠിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഇവർ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ഉണ്ട്. NSSനൊപ്പുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും, ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്കെന്തുള്ളൂ പറ്റുക, പറഞ്ഞ് മനസ്സാക്കി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കുട്ടിയോടൊപ്പം അച്ഛൻ വന്നു എന്നുള്ളതാണ്. കാരണം തനിയെ വിടുന്നതിനോട് ആ അച്ഛന് പോലും എവിടേക്കാണെങ്കിലും വിയോജിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ സമുദായത്തെക്കാളും ആദരവ് എനിക്ക് അവരോട് തോന്നി എന്നർത്ഥം. ഞാനിതൊക്കെ നിങ്ങൾക്ക് വിശദീകരിക്കുന്നത് ഒരു ന്യായീകരണമല്ല, ഞാനതിനെ ന്യായീകരിക്കുന്ന ആളുമല്ല. നിങ്ങളത് ഇട്ട് വന്നപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മറ്റൊന്ന്, ഇതൊക്കെ നടക്കുമ്പോഴും നമുക്ക് പള്ളികളുണ്ടല്ലോ. നമ്മളോളം സമുദായത്തെ ബോധിപ്പിക്കാൻ പറ്റാവുന്ന മേഖലകളില്ല. ഇവിടെയൊന്നും ഇത്തരം വിഷയങ്ങൾ ഇതുവരെ ചർച്ചയാകുന്നത് കാണാറില്ല. മറ്റു കാര്യങ്ങളിലേക്കോ സംഘടനാ പക്ഷപാതിത്വത്തിലേക്കോ കടന്നു പോകുന്നു എന്നതിനപ്പുറം മദ്രസയിൽ നിന്ന് കിട്ടുന്നില്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. അസ്സലാമു അലൈക്കും. ഞാൻ ഉസ്മാഷ് കരുവാരക്കുണ്ട്. സമസ്തയുടെ ഏതോ ഒരു ഗ്രൂപ്പിൽ എൻ്റെ മകൻ്റെയും ഒരു പെൺകുട്ടിയുടെയും ഫോട്ടോ വെച്ച് വളരെ മോശമായ രീതിയിൽ ടെക്സ്റ്റ് എഴുതിക്കൊണ്ട് വലിയൊരു നുണ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായി അത് എനിക്ക് അയച്ചു തന്ന ആളെയും അയാൾക്ക് കിട്ടിയ ഉറവിടവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മോൻ അതുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിലും ആഭ്യന്തര വകുപ്പിനും പരാതി കൊടുക്കുകയാണ്. ജോയിന്റ് പെറ്റീഷൻ നൽകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും ആ കുട്ടി വടക്കേന്ത്യയിൽ എവിടെയോ ടൂറിലാണ്. അന്വേഷണത്തിൽ അതാ കണ്ടെത്തിയത്. കോഴിക്കോട് 3-4 കൊല്ലമായി പഠിക്കുന്ന മോൻ ധാരാളം സുഹൃത്തുക്കളെ കൂട്ടത്തിൽ ഒരു സുഹൃത്തായിട്ട് ഇവരൊക്കെ ഉണ്ടാവാറുണ്ട്. ഒന്നിച്ച് ഫോട്ടോ എടുക്കാറുണ്ടാവാം, അതോടൊപ്പം ഒന്നിച്ചൊരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ തികച്ചും ദുരുദ്ദേശത്തോടു കൂടി ആ കുട്ടിയുടെ സമുദായം പോലും അറിയാത്ത സമസ്തയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില മരക്കുറ്റികൾ
ഒരു ക്രൈസ്തവ കുട്ടിയെ രജിസ്റ്റേർഡ് മാരേജ് എൻ്റെ മോൻ കഴിച്ചു എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കാര്യം ആ കുട്ടി ഈ നിമിഷം വരെ അറിയുക പോലും ഇല്ല. ആ കുട്ടിക്ക് മാത്രമല്ല അപമാനം, എൻ്റെ മകനും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേവലം 22 വയസ്സ്, ACCAക്ക് ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ അപമാനം അവനും ഉണ്ട്. അപ്പോൾ ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ സന്ദേശം സോഷ്യൽ മീഡിയകളിലൂടെ സമസ്ത എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ്. സൈബർ സെൽ കണ്ടെത്തി, ആഭ്യന്തര വകുപ്പ് കണ്ടെത്തി, എന്താണോ അതിന് സ്വീകരിക്കേണ്ട ശിക്ഷാ നടപടികൾ അത് സ്വീകരിച്ചോട്ടെ എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. ഏതറ്റം വരെയും ആ പരാതിയുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഉറവിടം, പ്രഭവ കേന്ദ്രം കണ്ടെത്തുക തന്നെ ചെയ്യും. കേസ് കൊടുത്തതിന് ശേഷം കൃത്യമായി മലപ്പുറത്ത് ഒരു വാർത്താ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിയമന തട്ടിപ്പ് തൊട്ട് സ്ഥാപന കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ കോടികളുടെ തട്ടിപ്പ് വരെ സോളിഡ് എവിഡൻസ് വഴി ബഹുജനങ്ങളുടെ മുമ്പാകെ ഞാൻ അത് പറയാൻ പോകുകയാണ്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരാജയ ഭീതി പൂണ്ട ഷജറ ടീം അവരുടെ ഗോഡ് ഫാദറിനെതിരെ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ നിന്ന് പേടിപ്പിച്ച് പിന്മാറ്റുക എന്നതാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ നടക്കാൻ പോകില്ല എന്നാണ് അവരോട് പറയാനുള്ളത്. കൂടാതെ സംഘടനയിലും സ്ഥാപനത്തിലും അനധികൃതമായി കയറിപ്പറ്റി പൊതുസമൂഹം നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ കൈയിട്ട് വാങ്ങി കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ തനി സ്വഭാവം, തനി നിറം തെളിവ് സഹിതം തന്നെ പുറത്തുവിടുകയാണ്. ഇൻഷാ അല്ലാഹ് കാണാം. അതുകൊണ്ട് എൻ്റെ മോന് ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോഴല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇഖറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. സർജറിക്ക് വിധേയനായി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലുണ്ട്. തെരഞ്ഞെടുപ്പിന് വന്നിരുന്നു. എല്ലാ ആഴ്ചകളിലും ക്ലാസ് ഇല്ലാത്ത ദിവസം വീട്ടിലുണ്ടാവാറുണ്ട്. ക്ലാസ്സിന് കോഴിക്കോട് ലക്ഷ്യയിലാണ് പഠിക്കുന്നത്, അവിടെയും പോവാറുണ്ട്. അവിടുത്തെ ഹാജറുകളൊക്കെ പരിശോധിച്ചാൽ അതറിയാം. അതോടൊപ്പം രജിസ്റ്റർ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ നുണയന്മാരുണ്ടല്ലോ, ഏത് രജിസ്റ്റർ ഓഫീസിൽ എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവരെ കൊണ്ട് തെളിയിപ്പിക്കുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ഈ വോയിസുകൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ എല്ലായിടത്തും ഷെയർ ചെയ്യണമെന്ന് വിനീതമായ അപേക്ഷയോടുകൂടി സേവ് മ ഗ്രൂപ്പിൻ്റെ തുടക്കം മുതൽ ഈ കുൽസിത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കുബുദ്ധികൾക്കെതിരെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്മാൻ മാസ്റ്റർ കരുവാരക്കുണ്ട്.